വിശദമായ വാർത്തകളിലേക്ക്. ഊർക്കടവ് കവണക്കല്ല് പാലം നശിച്ചു തുടങ്ങിയിട്ട് നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് മുസ്ലിം യൂത്ത് ലീഗ് പാലത്തിൽ പ്രതിഷേധ വലയം തീർത്തു. നിരവധി തവണ പരാതി നൽകിയിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കിയില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ഊർക്കടവ് കവണക്കല്ല് പാലത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് മുസ്ലിം യൂത്ത് ലീഗ് ഊർക്കടവ് വാർഡ് കമ്മിറ്റി പ്രതിഷേധ സൂചകമായി സംരക്ഷണ വലയം തീർത്തത്. പാലത്തിൽ 100-ലേറെ കുഴികൾ രൂപപ്പെട്ടതും കമ്പി പുറത്തായതും നേരത്തെ വാർത്തയായിരുന്നു. 2000-ൽ ഉദ്ഘാടനം ചെയ്ത പാലം ഒറ്റത്തവണ മാത്രമാണ് അറ്റകുറ്റപ്പണി നടത്തിയത്. ഉദ്ഘാടനത്തിന് ടാർ ചെയ്തത് കഴിഞ്ഞാൽ ഇവിടെ ഒരു അറ്റകുറ്റപ്പണി പോലും ഇവിടെ ചെറിയ ഒരു അധികൃതർ ഇവിടെ കണ്ണുപോലും ഈ ഭാഗത്തേക്ക് വന്നിട്ടില്ല എന്നാണ്. യൂത്ത് ലീഗായിട്ടും ജനകീയമായിട്ടും പല സമരങ്ങളും പല അധികൃതരുടെ എടുത്ത് പരാതിപ്പെട്ടിട്ട് പോലും അവരുടെ ഒരു എത്തിനോട്ടം പോലും ഈ ഊർക്കടവ് ഭാഗത്തേക്കോ ഈ പാലത്തിന്റെ ഭാഗത്തേക്കോ ഉണ്ടായിട്ടില്ല. മലപ്പുറം ജില്ലയിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കുള്ള പ്രധാന റോഡാണിത്. പ്രതിഷേധ വലയം ജില്ലാ യൂത്ത് ലീഗ് സെക്രട്ടറി അഡ്വക്കേറ്റ് MK നിഷാദ് ഉദ്ഘാടനം ചെയ്തു. രാത്രിയായാൽ പാലത്തിൽ വെളിച്ചമില്ലാത്തതിനാൽ ഇവിടം സാമൂഹ്യവിരുദ്ധരുടെ താവളമാകാൻ കാരണമാകുന്നതായും ഇവർ പറയുന്നു. MLAക്ക് നിവേദനം നൽകി കാത്തിരിക്കുകയാണ് നാട്ടുകാർ. ന്യൂസ് 18 ഊർക്കടവ്. കോഴിക്കോട് കാരശ്ശേരി പഞ്ചായത്ത് നടപ്പിലാക്കുന്ന സുസ്ഥിരം പദ്ധതിയുടെ 2ാം ഘട്ടം തുടങ്ങി. ചെറുസംഘങ്ങളുടെ സംരംഭകത്വത്തിന് മുൻഗണന നൽകുന്നതാണ് പുതിയ പദ്ധതി. ജനങ്ങളുടെ തൊഴിലും വരുമാനവും വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് സുസ്ഥിരം പദ്ധതിയിലൂടെ കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. സുസ്ഥിരം പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ പഞ്ചായത്ത് മുട്ട, പാൽ, ഇറച്ചി എന്നിവയിലൊക്കെ ഏറെക്കുറെ സ്വയം പര്യാപ്തത നേടുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് പഞ്ചായത്ത് പുതിയ പദ്ധതിക്ക് തുടക്കമിട്ടത്. പദ്ധതിയുടെ 2ാം ഘട്ടമെന്ന നിലയ്ക്ക് സംഘങ്ങളുടെ ചെറു സംരംഭങ്ങൾക്കാണ് മുൻഗണന നൽകുന്നത്. ഇതിന്റെ ആദ്യഘട്ടമായി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഇരുവഴിഞ്ഞി തീർത്ഥം എന്ന പേരിൽ കുടിവെള്ള നിർമ്മാണ പ്ലാന്റ് പ്രവർത്തനം തുടങ്ങി. ശുദ്ധജലക്ഷാമമുള്ള പഞ്ചായത്തിൽ ന്യായമായ വിലയ്ക്ക് ശുദ്ധമായ കുടിവെള്ളം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. 10 ലക്ഷം രൂപ ഗ്രാമപഞ്ചായത്തും 15 ലക്ഷം രൂപ കുടുംബശ്രീയും നിക്ഷേപിച്ചാണ് പ്ലാന്റിന് തുടക്കം കുറിച്ചത്. കുടുംബശ്രീ അംഗങ്ങളായ 5 വനിതകളും ഒരു ഓപ്പറേറ്ററുമാണ് പ്ലാന്റിൽ ജോലിക്കാരായി ഉള്ളത്. കുറഞ്ഞ വിലയിൽ ശുദ്ധജലം ലഭ്യമാക്കാൻ തുടങ്ങിയതോടെ ജനങ്ങളുടെ പൂർണ്ണ പിന്തുണയാണ് ഇവർക്ക് ലഭിക്കുന്നത്. പഞ്ചായത്തിലെ കുടുംബങ്ങൾക്ക് തൊഴിലും വരുമാനവും ലഭ്യമാക്കുന്നതിനോടൊപ്പം കടുത്ത വേനലിൽ കാരശ്ശേരിയെ കുടിവെള്ളത്തിന്റെ കാര്യത്തിലും സ്വയം പര്യാപ്തമാക്കാൻ കഴിയുമെന്നത് തന്നെയാണ് അധികൃതരുടെ പ്രതീക്ഷ. ന്യൂസ് 18 കാരശ്ശേരി. ലക്ഷങ്ങൾ മുടക്കിയ കുടിവെള്ള പദ്ധതി നോക്കുകുത്തിയായി. ഇടുക്കി കാന്തല്ലൂർ ഇടക്കടവ് കോളനി കുടിവെള്ളക്ഷാമത്തിൽ പൊറുതിമുട്ടുകയാണ്. 2 കിലോമീറ്റർ അകലെയുള്ള പാമ്പാറിൽ നിന്നും തലച്ചുമടായാണ് വീട്ടാവശ്യത്തിനടക്കം വെള്ളമെത്തിക്കുന്നത്. കാന്തല്ലൂർ ഇടക്കടവിൽ ജലവിതരണ പദ്ധതി നടപ്പാക്കിയെങ്കിലും അശാസ്ത്രീയമായ നിർമ്മാണം മൂലം കഴിഞ്ഞ 5 മാസമായി കോളനിയിൽ ജലക്ഷാമം രൂക്ഷമാണ്. ജലനിധി മുഖേന ലക്ഷങ്ങൾ മുടക്കിയാണ് പദ്ധതി നടപ്പിലാക്കിയത്. പ്രദേശവാസികൾ നിലവിൽ കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്നത് 2 കിലോമീറ്റർ അകലെയുള്ള പാമ്പാറിനെയാണ്. സ്ത്രീകളും കുട്ടികളുമടക്കം തലച്ചുമടായാണ് ഇവിടെ നിന്നും വെള്ളമെത്തിക്കുന്നത്. 8 മാസങ്ങൾക്ക് മുമ്പാണ് ജലനിധി ഇടക്കടവ്, പോങ്ങമ്പള്ളി കോളനികളിലേക്ക് വെള്ളമെത്തിക്കുന്നതിനായി പാമ്പാറിൽ നിന്ന് പൈപ്പുകൾ സ്ഥാപിച്ചത്. 2 കോളനികളിലേക്കുമായി ഒരു പൈപ്പിലൂടെ വെള്ളമെത്തിക്കുന്നതിനാൽ ചുരക്കുളം കഴിഞ്ഞ ഇടക്കടവിലേക്ക് വെള്ളം എത്താറില്ലെന്ന് പ്രദേശവാസികൾ. சுத்தமா குடி தண்ணியே இல்லை. ஜலநிதி பைப்பு போட்டு கொடுத்தாங்க. ஒரு மாசம் பக்கம் தண்ணி வந்துச்சு. அப்புறம் இந்த புங்குமலை குடிக்கும் எங்களுக்கும் கலெக்ஷன் பண்ணி தான் போட்டு கொடுத்தாங்க. இப்போ அவங்களுக்கும் தண்ணி பத்த மாட்டேங்குது. அவங்க இங்கிட்ட எங்களுக்கு தண்ணி கடத்தி கொடுக்க மாட்டேங்கிறாங்க. பாம்பாத்துல இருந்து தான் தண்ணி போட்டு கொடுத்துருந்தாங்க. இப்போ அங்கங்க பைப்பும் வந்து உடச்சு போட்டாங்க. எங்களுக்கு தண்ணி இல்லை. 2 கிலோமீட்டருக்கு அங்கிட்ட ஒரு கനാൽ இருக்கு. அந்த கனாലിൽ പോയി തണ്ണി എടുത്തിട്ട് ഇരുന്നோம். അതിലും തണ്ണി ഇല്ല. ഇപ്പോ നിലവിൽ മാലിന്യങ്ങൾ ഒഴുകിയെത്തുന്ന പാമ്പാറിലെ വെള്ളം നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുന്നെന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഈ മേഖലയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാകുമെന്നാണ് വിലയിരുത്തൽ. പഞ്ചായത്ത് അടിയന്തരമായി ഇടപെട്ട് പൈപ്പുകൾ സ്ഥാപിച്ച് കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പ്രശ്നം പരിഹരിക്കാനുള്ള നടപടികൾ ഉടൻ സ്വീകരിക്കുമെന്ന് കാന്തല്ലൂർ പഞ്ചായത്ത് അധികൃതരും വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 കാന്തല്ലൂർ. കൃഷ്ണപുരത്തെ കുഞ്ഞുങ്ങൾക്കിനി ഹൈടെക് ആയി പഠിക്കാം. കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡിലെ അങ്കണവാടിയിൽ ഹൈടെക് ക്ലാസ് റൂം തയ്യാറായി. അക്ഷരം പഠിക്കാൻ ശീതീകരിച്ച സ്മാർട്ട് ക്ലാസ് റൂം. ചുവരിലെ ഡിജിറ്റൽ പ്രൊജക്ടറിൽ തെളിയുന്നത് ഇഷ്ടകഥാപാത്രങ്ങളായ ചോട്ടാ ഭീമും കാട്ടിലെ കണ്ണനുമടങ്ങുന്ന വമ്പൻ താരനിര. അവരോടൊപ്പമാണ് ഇനി കൃഷ്ണപുരത്തെ കുരുന്നുകൾ അക്ഷരം പഠിക്കുക. കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡിലെ അംഗൻവാടിയിലെ കുരുന്നുകൾക്ക് വേണ്ടിയാണ് ഹൈടെക് ക്ലാസ് റൂം തയ്യാറായത്. കൃഷ്ണപുരം പഞ്ചായത്തിലെ 13ാം നമ്പർ അംഗൻവാടിയിൽ ഡിജിറ്റൽ ക്ലാസ് റൂം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റഫീഖിന്റെയും സുമനസുകളുടെയും പ്രയത്നത്തിലൂടെയാണ് യാഥാർത്ഥ്യമായത്. കായംകുളം നിയോജക മണ്ഡലത്തിലെ ആദ്യ ഹൈടെക് അംഗൻവാടിയാണ് കൃഷ്ണപുരത്തേത്.
അംഗൻവാടിയുടെ ഉദ്ഘാടനം യു പ്രതിഭ MLA നിർവഹിച്ചു. സംസ്ഥാന സർക്കാർ ബജറ്റിൽ തന്നെ 2 കോടി രൂപ മാതൃക അംഗൻവാടികൾക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ കൃഷ്ണപുരത്ത് നടത്തിയ മാതൃകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് അംഗൻവാടികൾക്ക് മാറ്റാനായിട്ട് ഇതുപോലെ മാറ്റാനായിട്ടുള്ള പണം ഉണ്ട്. ഇപ്പോൾ AC അടക്കമുള്ള കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. അത് വ്യത്യസ്ത രൂപത്തിലായിരിക്കും മണ്ഡലത്തിൽ ചെയ്യുന്നത്. പക്ഷേ ഇത് തീർച്ചയായിട്ടും അത്തരം ആ ഒരു പ്രോജക്റ്റിലേക്ക് എത്താൻ നമുക്കൊരു പ്രചോദനമായി എന്നുള്ളതും സന്തോഷമുണ്ട്. കൃഷ്ണപുരം പഞ്ചായത്തിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും 6 ലക്ഷം രൂപയും നാട്ടുകാരിൽ നിന്നും സ്വരൂപിച്ച തുകയും ഉപയോഗിച്ചാണ് അംഗൻവാടിയുടെ നിർമ്മാണം പൂർത്തീകരിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് B. വിജയമ്മ, പഞ്ചായത്ത് സെക്രട്ടറി DS ആദില, ജനപ്രതിനിധികളായ അജയൻ, N. സോമലത തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് 18 കായംകുളം. പുനലൂർ റവന്യൂ ഡിവിഷൻ ഓഫീസിന്റെ ഔദ്യോഗിക ഉദ്ഘാടനവും പട്ടയ വിതരണവും പുനലൂരിൽ മുഖ്യമന്ത്രി നിർവഹിച്ചു. പ്രദേശവാസികളുടെ 3.5 പതിറ്റാണ്ട് നീണ്ട ആവശ്യമാണ് നടപ്പിലാക്കിയിരിക്കുന്നത്. പുനലൂർ, പത്തനാപുരം, കൊട്ടാരക്കര എന്നീ താലൂക്കുകളിലെ 50 വില്ലേജുകളാണ് പുനലൂർ ഡിവിഷന് കീഴിൽ വരുന്നത്. മുമ്പ് കൊല്ലം ജില്ലയിൽ കൊല്ലം, അടൂർ എന്നീ 2 റവന്യൂ ഡിവിഷനുകളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് പത്തനംതിട്ട ജില്ല രൂപീകരിച്ചപ്പോൾ അടൂർ ഡിവിഷൻ പത്തനംതിട്ട ജില്ലയുടെ ഭാഗമായി. ഇത് കൊല്ലം ജില്ലയിലെ ജനങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിച്ചു. പ്രശ്നപരിഹാരത്തിനായി ആരംഭിച്ചതാണ് പുനലൂർ ഡിവിഷൻ. പുനലൂർ, പത്തനാപുരം, കൊട്ടാരക്കര എന്നീ താലൂക്കുകളിലെ 50 വില്ലേജുകളാണ് പുനലൂർ ഡിവിഷന് കീഴിൽ വരുന്നത്. പുനലൂർ PWD കോംപ്ലക്സിൽ RDO ഉൾപ്പെടെ 23 ജീവനക്കാരുമായാണ് RDO ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത്. ഔദ്യോഗിക ഉദ്ഘാടനം നടന്നതോടെ ജനങ്ങളുടെ 3.5 പതിറ്റാണ്ട് കാലത്തെ ആവശ്യമാണ് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത്. റവന്യൂ മന്ത്രി E. ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ RDO ഓഫീസിന്റെ ഉദ്ഘാടനവും പട്ടയ വിതരണവും നിർവഹിച്ചു. നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും താഴേക്കടയിലുള്ള ജനവിഭാഗങ്ങൾ അവരുടെ ജീവിത നിലവാരം വർദ്ധിപ്പിക്കാൻ ഉതകുന്ന പദ്ധതികൾക്കാണ് സർക്കാർ മുൻഗണന നൽകുന്നത്. ക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനം ഫിഷറീസ് വകുപ്പ് മന്ത്രി J. മേഴ്സിക്കുട്ടിയമ്മ നിർവഹിച്ചു. വനം മന്ത്രി K. രാജു, MP മാരായ NK പ്രേമചന്ദ്രൻ, കൊടിക്കുന്നിൽ സുരേഷ്, മുൻ MLA മാരായ PS സുപാൽ, പുനലൂർ മധു, കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ S. ജയമോഹൻ, മുൻ MP KN ബാലഗോപാൽ, നഗരസഭാ ചെയർമാൻ MA രാജഗോപാൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് 18 കൊല്ലം. ഇടുക്കി രാജാക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 64ാമത് വാർഷികാഘോഷം നടന്നു. ആഘോഷ പരിപാടികളുടെ ഭാഗമായി നിർമ്മാണം പൂർത്തീകരിച്ചതും പുതിയതായി ആരംഭിക്കുന്നതുമായ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നടന്നു. സംസ്ഥാനത്തെ മികച്ച സർക്കാർ സ്കൂളുകളുടെ പട്ടികയിൽ ഇടം നേടിയ രാജാക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിച്ചതോടെയാണ് അടിസ്ഥാന വികസനത്തിനുള്ള പദ്ധതികൾക്ക് തുടക്കമിട്ടത്. ത്രിതല പഞ്ചായത്തുകളുടെ നേതൃത്വത്തിലാണ് വികസന പരിപാടികൾ പുരോഗമിക്കുന്നത്. സ്കൂളിന്റെ 64ാമത് വാർഷികത്തോടനുബന്ധിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ മുറ്റം നവീകരണം, ബസ് വേ, NSS ഓഫീസ്, ഓപ്പൺ ലൈബ്രറി എന്നിവയുടെ ഉദ്ഘാടനം നടന്നു. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കുമാരി കൊച്ചിത്രേസ്യ പൗലോസ് ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ ഈ അടുത്ത പ്രദേശത്ത് ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന രാജാക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ജില്ലാ പഞ്ചായത്ത് ഏറെ പണം കൊടുക്കുന്നു. അത് വേണ്ട രീതിയിൽ തന്നെ സ്കൂൾ അധികൃതരെ ഉപയോഗപ്പെടുത്തുന്നു. ഇത് ഈ നാട്ടിലെ കുട്ടികൾക്കും നാടിന്റെ ഒരു പുരോഗമനത്തിനും വേണ്ടി നിലകൊള്ളണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. കൃഷിവകുപ്പിന്റെ സഹകരണത്തോടെ ഇത്തവണത്തെ ജൈവ പച്ചക്കറി കൃഷിയുടെ ഭാഗമായി മഴമറ കൃഷിയും തുടങ്ങി. ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റജി പനച്ചിക്കൽ, പഞ്ചായത്ത് അംഗം KK രാജൻ, ബേബി ലാൽ, AC സന്തോഷ്, AC ഷിബി, PA ഡേവിഡ്, ES രഹ്ന, സിജി തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് 18 രാജാക്കാട്. രോഗങ്ങൾക്ക് നടുവിൽ ദുരിതമനുഭവിക്കുന്ന കുടുംബം സുമനസുകളുടെ സഹായം തേടുന്നു. ഇടുക്കി രാജകുമാരി മുള്ളന്തണ്ട് സ്വദേശി ചെല്ലപ്പനും കുടുംബവുമാണ് ഉപജീവനത്തിനു പോലും മാർഗമില്ലാതെ ദുരിതമനുഭവിക്കുന്നത്. 3 വർഷം മുൻപാണ് മരത്തിൽ നിന്നും വീണ് പരിക്കുപറ്റി ചെല്ലപ്പൻ കിടപ്പിലാകുന്നത്. ഇതോടെ കുടുംബത്തിന്റെ ഭാരം ഭാര്യ പുഷ്പയുടെ ചുമലിലായി. 2 പെൺകുട്ടികളുടെ പഠനവും ചെല്ലപ്പന്റെ ചികിത്സാ ചിലവും ഉപജീവന മാർഗവും എല്ലാം പുഷ്പ കൂലിവേല ചെയ്താണ് കണ്ടെത്തിയത്. എന്നാൽ നടുവേദനയെ തുടർന്ന് നട്ടെല്ലിന് കമ്പിയിട്ട് പുഷ്പയും കിടപ്പിലായി. ഇതോടെ കുടുംബം മുഴുപട്ടിണിയിലായി. കുട്ടികളുടെ പഠനമടക്കം നിലയ്ക്കുന്ന അവസ്ഥയിലെത്തി. കുരുവിള സിറ്റി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ദയ പെയിന്റ് ആൻഡ് പാലിയേറ്റീവ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ചികിത്സയും നിത്യച്ചെലവിനുള്ള സഹായവും എത്തിച്ചുവരുന്നു. എന്നാൽ തുടർ ചികിത്സയ്ക്ക് ആവശ്യമായ പണം കണ്ടെത്താനാകാത്ത സാഹചര്യത്തിലാണ് ഇവർ സുമനസുകളുടെ സഹായം തേടുന്നത്. 5 സെന്റ് സ്ഥലവും അതേപോലെ തന്നെ വാസയോഗ്യമല്ലാത്തൊരു വീടുമാണ് അദ്ദേഹത്തിനുള്ളത്. കഴിഞ്ഞ 3 വർഷക്കാലമായി ഇദ്ദേഹത്തിൻ്റെയും ഇദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുടെയും ജീവിതം ദുരിതപൂർണ്ണമാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ പുഷ്പയും രോഗിയാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിതം വളരെ ദുരിതപൂർണ്ണമാണ്.
കുടുംബത്തെ സഹായിക്കുന്നതിനായി നാട്ടുകാരുടെയും മറ്റും നേതൃത്വത്തിൽ പൂപ്പാറ യൂണിയൻ ബാങ്കിൽ ചെല്ലപ്പന്റെയും പുഷ്പയുടെയും പേരിൽ ജോയിന്റ് അക്കൗണ്ടും തുറന്നിട്ടുണ്ട്. ന്യൂസ് 18 രാജകുമാരി. എല്ലാവർക്കും ഭവനം എന്നതാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന വാഗ്ദാനങ്ങളിലൊന്ന്. 3 മന്ത്രിമാരുടെ ജില്ലയായ ആലപ്പുഴയിൽ ദേശീയ പാതയോരത്തെ ബസ് സ്റ്റോപ്പിൽ അന്തിയുറങ്ങേണ്ടി വരുന്ന ഗതികേടിലാണ് ഒരു കുടുംബം. വർഷങ്ങളായി വിവിധ ഭവന നിർമ്മാണ പദ്ധതികളിൽ അപേക്ഷ നൽകിയിട്ടും തലചായ്ക്കാൻ സ്വന്തമായി ഒരിടം ഇവർക്ക് സ്വപ്നം മാത്രമാണ്. കണ്ണ് കാണാൻ പറ്റാത്ത എങ്ങോട്ട് തിരിഞ്ഞാലും എങ്ങോട്ടെങ്കിലും വല്ല വണ്ടി കയറി ചാകുകയാണെങ്കിൽ അത്രയും നല്ലത്. അപകടം വന്ന് മരിക്കാൻ പോവുകയാണ്. ആരും ഇല്ലാത്തവൻ ജീവിച്ചിട്ട് എന്തിനാ? ഇത് 85 വയസ്സുകാരൻ കൃഷ്ണൻ. അന്ധനാണ്. വാടക നൽകാൻ പോലും നിവർത്തിയില്ലാതെ ആലപ്പുഴ കലവൂരിൽ ബസ് സ്റ്റോപ്പിൽ അന്തിയുറങ്ങുന്ന കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന ആൾ. തന്റെ ദുരിത ജീവിതത്തിൽ ആരെയൊക്കെയോ പഴിച്ച് കൃഷ്ണൻ ഇറങ്ങിപ്പോവുകയാണ്. ഇനിയുമുണ്ട് ആ കുടുംബത്തിൽ 4 പേർ. മൂത്ത മകൻ കൊല ചെയ്യപ്പെട്ടതോടെ വാടക വീട് പോലും നഷ്ടമായ ഒരമ്മ. ബാക്കി അവർ തന്നെ പറയട്ടെ. പിന്നെ ഞങ്ങൾ ഈ റോഡരിയില കിടക്കണം. വാടക വീട് എടുക്കാൻ പോലും 10 രൂപ ഞങ്ങളുടെ കയ്യിലില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഞങ്ങൾക്ക്. ഞങ്ങൾ കഴിയണത് ഞങ്ങൾ പലവട്ടം ഓർത്തുകൊണ്ട് ജീവൻ എടുക്കണമെന്ന് അഞ്ചെണ്ണം പലവട്ടം മരിക്കണമെന്ന് ഓർത്തതാണ്. മാസങ്ങളായി സുശീലയും ഭർത്താവും മധുവും മകൻ സുരേഷും ഭാര്യ നന്ദുവും കൃഷ്ണനുമടങ്ങുന്ന കുടുംബം അന്തിയുറങ്ങുന്നത് ഈ വെയിറ്റിംഗ് ഷെഡിലാണ്. ഭവനത്തിനായി അപേക്ഷ നൽകിയെങ്കിലും പരിഗണിക്കപ്പെട്ടില്ല. ഒടുവിൽ ജില്ലാ കളക്ടർക്ക് മുന്നിൽ വരെ എത്തി. വാഗ്ദാനങ്ങൾ പാഴ്വാക്കായതല്ലാതെ ഒന്നും നിറവേറ്റപ്പെട്ടില്ല. എല്ലാവർക്കും വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാകേണ്ടത് തന്നെയാണ്. പക്ഷേ തെരുവിലുറങ്ങുന്നവന്റെ നിസ്സഹായതയ്ക്ക് മുന്നിലാണ് നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ ആദ്യം കണ്ണു തുറക്കേണ്ടത്. ആലപ്പുഴയിലെ കലവൂരിൽ നിന്നും ക്യാമറമാൻ അഷ്റഫ് മുഹമ്മദിനൊപ്പം ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ഇനി ട്രെയിൻ സമയം നോക്കാം. ഗുരുവായൂർ ചെന്നൈ എക്സ്പ്രസ് 2 മണിക്കൂർ 55 മിനിറ്റ് വൈകി. മധുര പുനലൂർ പാസഞ്ചർ 31 മിനിറ്റ് വൈകി. തിരുവനന്തപുരത്തേക്കുള്ള മലബാർ എക്സ്പ്രസ് 26 മിനിറ്റ് വൈകി. തിരുവനന്തപുരത്തേക്കുള്ള ഇന്റർസിറ്റി എക്സ്പ്രസ് അരമണിക്കൂർ വൈകി. നിസാമുദ്ദീൻ തിരുവനന്തപുരം സ്വർണ്ണ ജയന്തി എക്സ്പ്രസ് 10 മിനിറ്റ് വൈകി. ചെന്നൈ ആലപ്പുഴ എക്സ്പ്രസ് 55 മിനിറ്റ് വൈകി. ഇനി KSEB അറിയിപ്പുകൾ നോക്കാം. കണ്ണൂർ മാടായി ഇലക്ട്രിക്കൽ സെക്ഷൻ പരിധിയിലെ ബീച്ച് റോഡ്, റിഫായ് പള്ളി, നീരൊഴുക്കുംചാൽ, അബ്ബാസ് പീടിക, കക്കാടൻചാൽ, താഹാപ്പള്ളി ഭാഗങ്ങളിൽ ഇന്ന് രാവിലെ 8 മുതൽ വൈകിട്ട് 5 മണി വരെ വൈദ്യുതി മുടങ്ങും. ആലപ്പുഴ നോർത്ത് വൈദ്യുതി സെക്ഷനിലെ കരൺ ഉദേവ് ട്രാൻസ്ഫോർമർ പരിധിയിൽ ഇന്ന് രാവിലെ 9:30 മുതൽ വൈകിട്ട് 5 മണി വരെ വൈദ്യുതി മുടങ്ങും. ആലപ്പുഴയിലെ ശവക്കോട്ടപ്പാലം മുതൽ വെള്ളക്കിണർ വരെയും കലക്ട്രേറ്റ് മുതൽ ബീച്ച് ആശുപത്രി, വിജയ് പാർക്ക്, മുപ്പാലം വരെയും ഇന്ന് രാവിലെ 9 മുതൽ വൈകിട്ട് 5 മണി വരെ വൈദ്യുതി മുടങ്ങും. ഇടവേള. ഇനി കാർഷിക കേരളം. പച്ചക്കറി കൃഷിയിൽ 100 മേനി വിളയിക്കുകയാണ് കണ്ണൂർ ആലക്കാട് സ്വദേശി മാട്ടുമ്മൽ ചന്ദ്രൻ എന്ന കർഷകൻ. തരിശുഭൂമി പാട്ടത്തിനെടുത്ത് കൃഷി ഇറക്കുന്ന ഇദ്ദേഹം മികച്ച കർഷകനുള്ള നിരവധി ബഹുമതികളാണ് നേടിയിട്ടുള്ളത്. 20 വർഷം മുൻപ് പരമ്പരാഗത വാഴകൃഷിയിൽ നിന്നാണ് ചന്ദ്രൻ പച്ചക്കറി കൃഷിയിലേക്ക് തിരിഞ്ഞത്. വീട്ടുമുറ്റത്തും തൊടിയിലും പച്ചക്കറികൾ വിളയിച്ചായിരുന്നു തുടക്കം. പച്ചക്കറി കൃഷിയോടുള്ള താൽപര്യം കണ്ട് കൃഷിവകുപ്പ് അധികൃതരാണ് വിപുലമായ കൃഷിയിലേക്ക് തിരിയാൻ ചന്ദ്രനെ പ്രേരിപ്പിച്ചത്. പിന്നീട് തരിശുഭൂമി പാട്ടത്തിനെടുത്താണ് കൃഷി ഇറക്കുന്നത്. ആധുനിക യന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് കൃഷിയിടം നനയ്ക്കുന്നത്. കീടങ്ങളെ വീഴ്ത്താൻ സൗരോർജ്ജ കെണിയും ഒരുക്കിയിട്ടുണ്ട്. 20 വർഷമായി ഇത് കൃഷി തുടങ്ങിയിട്ട്. ആദ്യം നേന്ത്രവാഴ കൃഷിയായിരുന്നു. അതായത് ഇപ്പം കുറച്ച് വാഴയില്ലു. ഇപ്പം അതിനുശേഷമാണ് പച്ചക്കറി കൃഷിയിലേക്ക് വന്നിന്. ഇത് നല്ല സുഖമില്ല പണിയാണ്. മനസ്സിന് സമാധാനത്തോടെ
എടുക്കാൻ കഴിയുന്നൊരു പണിയാണ്. പിന്നെ ഏറ്റവും കൂടുതൽ വീടുന്ന ക്ഷമയാണ്, അത് ഇല്ലാത്താൾക്ക് നടക്കൂല. ഇത് മുമ്പേ ഇത് വയലായിരുന്നു, അതിപ്പോൾ ഓട്ട് കമ്പനിക്ക് മണ്ണെടുത്ത സ്ഥലമാണ്. അവർ നല്ല കുളമെല്ലാം കുഴിച്ച് ഇഷ്ടംപോലെ വെള്ളമെല്ലാം ആക്കി തന്നിന്. അതുകൊണ്ട് ഇപ്പം ഒരു 10-20 ആൾക്കാരും ഈ സ്ഥലത്ത് ചെയ്തിട്ടുണ്ട്. ഇത് മൊത്തം സ്ഥലം 8 ഏക്കർ സ്ഥലമാണ്. ജില്ലയിലെ മികച്ച കർഷകനുള്ള കൃഷിവകുപ്പിന്റെ അവാർഡ് ജേതാവ് കൂടിയാണ് ഈ 51കാരൻ. വയലിൽ കളിമൺ ഖനനം നടത്തിയ പ്രദേശത്താണ് ഇപ്പോഴത്തെ കൃഷി. ആവശ്യത്തിന് വെള്ളം ലഭിക്കുന്നതിനാൽ വിളവും കൂടുതലാണ്. പാവയ്ക്കയാണ് കൂടുതലും കൃഷി ചെയ്യുന്നതെങ്കിലും പടവലവും പയറും ചീരയും വെണ്ടയുമെല്ലാം ചന്ദ്രന്റെ കൃഷിയിടത്തിൽ വളരുന്നു. ഒരേക്കറോളം സ്ഥലത്ത് തണ്ണിമത്തൻ വിളയിക്കുന്നതിനുള്ള തയ്യാറെടുപ്പും തുടങ്ങിക്കഴിഞ്ഞു. പൂർണ്ണമായും ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്നതിനാൽ പച്ചക്കറികൾക്ക് ആവശ്യക്കാരേറെയാണ്. കൃഷിരീതി നേരിൽ കണ്ടു പഠിക്കാൻ നിരവധി പേരാണ് ചന്ദ്രന്റെ തോട്ടത്തിൽ എത്തുന്നത്. ന്യൂസ് 18 ആലക്കാട്. സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികൾക്ക് കൈത്താങ്ങായി ASPC കേഡറ്റുകളുടെ പച്ചക്കറി കൃഷി. രാജാക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ SPC കുട്ടികളാണ് രാജാക്കാട് ആശാഭവൻ സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികളുമായി ചേർന്ന് ജൈവ പച്ചക്കറി കൃഷി നടത്തുന്നത്. ഭിന്നശേഷിക്കാരെ സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തുമ്പോൾ ഇവരെ ഒപ്പം നിർത്തി പുതിയൊരു ഹരിത വിപ്ലവം സൃഷ്ടിക്കുകയാണ് രാജാക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ SPC കേഡറ്റുകൾ. സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികളുടെ മാനസിക ഉന്മനം ലക്ഷ്യമിട്ട് പൊതുസമൂഹത്തിലേക്ക് ഇവരെ ഉയർത്തിക്കൊണ്ടുവരാനാണ് പച്ചക്കറി കൃഷി തുടങ്ങിയത്. തൈ നടുന്നത് മുതലുള്ള കൃഷി പരിപാലനം എല്ലാം സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഇവർ നടത്തുന്നത്. സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെടുന്ന ഭിന്നശേഷിക്കാരെ ഇത്തരം പ്രവർത്തനത്തിൽ പങ്കെടുപ്പിക്കുന്നതിനും സ്നേഹത്തോടെ അടുത്തിടപഴകുന്നതിനും കുട്ടികളിൽ വലിയ മാറ്റത്തിന് കാരണമാകുന്നുണ്ടെന്നും സ്പെഷ്യൽ സ്കൂൾ അധ്യാപികയായ സിസ്റ്റർ ആൻസ് മാത്യു. SPCയിലെ കുട്ടികൾ നമ്മുടെ സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഈ ഒരു പച്ചക്കറി തോട്ട വിപുലീകരണ പ്രവർത്തനം വളരെ ശ്ലാഘനീയമായിട്ട് എനിക്ക് പറയുവാൻ സാധിക്കും. തക്കാളി, ബീൻസ്, പയർ, ക്യാബേജ്, കോളിഫ്ലവർ, പച്ചമുളക്, വഴുതന അടക്കമുള്ള പച്ചക്കറികളാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. വിളവെടുക്കുന്ന പച്ചക്കറികൾ സ്കൂളിലെ ഭക്ഷണത്തിനായി നൽകിയതിനു ശേഷം ബാക്കിയുള്ളവ വിൽക്കാനാണ് തീരുമാനം. DI ജോബിൻ ജെയിംസ്, VR രജനി, CPO സുരേന്ദ്രൻ, ACPO ബീന, രാജാക്കാട് കൃഷി അസിസ്റ്റന്റ് PK രാജേഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പച്ചക്കറി കൃഷി. ന്യൂസ് 18 രാജാക്കാട്. കോട്ടയത്ത് മൊബിലിറ്റി ഹബിനായി UDF സർക്കാർ പ്രഖ്യാപിച്ച സ്ഥലത്ത് ഇനി 100 മേനി നെൽകൃഷി വിളയും. കോട്ടയം മുപ്പായിക്കാട് 220 ഏക്കർ പാടശേഖരത്ത് കൃഷിമന്ത്രി VS സുനിൽകുമാർ വിത്തുവിതച്ചു. നദീ പുനഃസംയോജന പദ്ധതിയുടെ ഭാഗമായാണ് കൃഷി വീണ്ടും ആരംഭിച്ചത്. 25 വർഷത്തിലധികമായി തരിച്ചുകിടന്ന പാടത്താണ് വീണ്ടും വിത്ത് വിതച്ചത്. മൊബിലിറ്റി ഹബിനായി UDF സർക്കാർ പ്രഖ്യാപിച്ച 220 ഏക്കർ പാടശേഖരമാണ് വീണ്ടും കൃഷിസ്ഥലമായത്. നദീ പുനർസംയോജന പദ്ധതിയുടെ ഭാഗമായി ഹരിത കേരള മിഷൻ, കൃഷി ജലവിഭവ വകുപ്പുകൾ, നഗരസഭ, കർഷക കൂട്ടായ്മ എന്നിവയുടെ നേതൃത്വത്തിലാണ് കൃഷി പുനരാരംഭിച്ചത്. കൃഷി ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ട് വരുന്ന മേഖലയിലെ ജനങ്ങൾക്ക് വേണ്ട എല്ലാ പിന്തുണയും ഗവൺമെന്റ് കൊടുത്തുകൊണ്ട് കൃഷി ചെയ്യിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശം. കൃഷിഭൂമി കൃഷി ചെയ്താൽ പറ്റൂ, അത് ഭൂമി കൃഷി ചെയ്യാനുള്ളതാണ്, അത് തരിശിടാൻ അനുവദിക്കുന്നില്ല. 35 കർഷകരെ 2 സംഘങ്ങളായി തിരിച്ചാണ് കൃഷി തുടങ്ങിയത്. ഭൂവുടമകൾ തയ്യാറാകാത്തതിനാൽ സന്നദ്ധരായ കർഷകരെ കൃഷി ഏൽപ്പിക്കുകയായിരുന്നു. ഹെക്ടറിന് 25,000 രൂപയും സൗജന്യ വിത്തും നൽകി. ചടങ്ങിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA അധ്യക്ഷനായി. ന്യൂസ് 18 കോട്ടയം. ഇക്കുറി പങ്കാളിത്ത ബജറ്റ് എന്ന വേറിട്ട രീതി പരീക്ഷിക്കുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. ബജറ്റിൽ പരിഗണനാ വിഷയങ്ങൾ ഏതെല്ലാം എന്നതിനെക്കുറിച്ച് ജനങ്ങൾക്ക് നിർദ്ദേശം നൽകാം. എല്ലാ വാർഡുകളിലും ഇതിനായി പങ്കാളിത്ത ബജറ്റ് വണ്ടിയെത്തും. വീട്ടുമുറ്റത്തെ ആവശ്യങ്ങൾ മുതൽ നഗരത്തിന്റെ സമഗ്ര വികസനത്തിനുതകുന്ന എന്ത് നിർദ്ദേശവും നഗരവാസികൾക്ക് തിരുവനന്തപുരം കോർപ്പറേഷനെ അറിയിക്കാം. ഇനി ഒരാഴ്ചക്കാലം ലഭിക്കുന്ന ഈ നിർദ്ദേശങ്ങൾ കൂടി ഉൾക്കൊള്ളിച്ചാവും തിരുവനന്തപുരം കോർപ്പറേഷന്റെ അടുത്ത സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ്. ജനാഭിപ്രായം ശേഖരിച്ചുള്ള പങ്കാളിത്ത ബഡ്ജറ്റാണ് ഇത്തവണ തിരുവനന്തപുരം കോർപ്പറേഷനിൽ. സ്മാർട്ട് ട്രിവാൻഡ്രം എന്ന മൊബൈൽ ആപ്പിലൂടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കാം. നഗരസഭയിലെ എല്ലാ ഓഫീസുകളിലും അഭിപ്രായ പട്ടികകളുണ്ടാകും. ഇതുകൂടാതെ പങ്കാളിത്ത ബഡ്ജറ്റ് വണ്ടി 100 വാർഡുകളിലും എത്തും. 2019-20 ബഡ്ജറ്റ് പങ്കാളിത്ത ബഡ്ജറ്റ് ആക്കണം എന്നുള്ളതാണ് നഗരസഭ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. പാർട്ടിസിപ്പേറ്ററി ബഡ്ജറ്റിംഗ് എന്ന് പറയുന്ന നിലയിലേക്ക് അത് കൊണ്ടുവരണമെന്നാണ് നഗരസഭ ആഗ്രഹിക്കുന്നത്. tvmmayor@gmail.com എന്ന മെയിലിലേക്കും ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളെക്കുറിച്ച് ജനങ്ങൾക്ക് അഭിപ്രായം അറിയിക്കാം. നഗരവാസികൾ നിരവധി നിർദ്ദേശങ്ങൾ സമർപ്പിക്കുമെന്ന പ്രതീക്ഷയിലാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. കേരളത്തിൽ ആദ്യമായാണ് ഒരു തദ്ദേശ സ്ഥാപനം പങ്കാളിത്ത ബഡ്ജറ്റിംഗ് രീതി ഉപയോഗിക്കുന്നതെന്നും മേയർ അറിയിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. 56 കലാകാരന്മാരുടെ ക്യാൻവാസ് ആകാൻ ഒരുങ്ങി ശംഖുമുഖം തീരം. ശരീരത്തിന്റെ രാഷ്ട്രീയം അടയാളപ്പെടുത്തുന്ന ബോഡി എന്ന കലാപ്രദർശനങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. പ്രളയത്തിൽ തകർന്ന ശംഖുമുഖം തീരത്തിന് കലാപ്രദർശനവും ബീച്ച് കാർണിവലും പുത്തൻ ഉണർവേകും.
ശംഖുമുഖം ആർട്ട് മ്യൂസിയത്തിന്റെ നേതൃത്വത്തിലാണ് 2 മാസം നീണ്ട ദേശീയ കലാപ്രദർശനം. ചിത്രങ്ങൾ, ശില്പങ്ങൾ തുടങ്ങിയ ഇനങ്ങളിൽ രാജ്യത്തെ വിവിധ ഭാഗങ്ങളിലുള്ള 54 കലാകാരന്മാരുടെ വ്യത്യസ്ത സൃഷ്ടികൾ പ്രദർശനത്തിലുണ്ടാകും. ഇന്നു മുതൽ മാർച്ച് 31 വരെയാണ് ബോഡി എന്ന് പേരിട്ട പ്രദർശനം. ബാഹ്യമായും ആന്തരികമായും ശരീരം നേരിടുന്ന പ്രശ്നങ്ങളും ആക്രമണങ്ങളുമാണ് പ്രദർശന വിഷയം. ഫെബ്രുവരി 22 മുതൽ 27 വരെയാണ് ബീച്ച് ഫെസ്റ്റിവൽ. മുതിർന്നവർക്ക് 30 രൂപയും കുട്ടികൾക്ക് 10 രൂപയുമാണ് പ്രവേശന ഫീസ്. ന്യൂസ് 18 തിരുവനന്തപുരം. വിവരാവകാശ നിയമപ്രകാരം മറുപടി നൽകുന്നതിന് അപേക്ഷകനിൽ നിന്നും ഈടാക്കിയ അമിത ഫീസ് തിരിച്ചു നൽകാനുള്ള ഉത്തരവ് നടപ്പിലായില്ലെന്ന് പരാതി. പാലക്കാട് ജില്ലയിലെ 18 സബ് രജിസ്ട്രാർ ഓഫീസുകൾ ഒരു പേജിന് 2 രൂപ ഈടാക്കേണ്ടതിന് പകരം 100 രൂപ വാങ്ങിയെന്നായിരുന്നു പരാതി. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ കഴിഞ്ഞ നവംബറിലാണ് അമിത ഫീസ് തിരിച്ചു നൽകണമെന്ന് ഉത്തരവിട്ടത്. പാലക്കാട് കൽപ്പാത്തി സ്വദേശി എ ഖാജ ഹുസൈൻ ജില്ലയിലെ സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ നിന്നുമായി സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമുള്ള വിവാഹങ്ങളുടെ വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. വിവരങ്ങൾ നൽകാൻ ഒരു പേജിന് 100 രൂപ ഈടാക്കി. ഒരു A4 ഷീറ്റിന് 2 രൂപ മാത്രമേ വാങ്ങാൻ പാടുള്ളൂ എന്നാണ് വ്യവസ്ഥ. പരാതി പരിശോധിച്ച സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഈടാക്കിയ അമിത ഫീസ് അപേക്ഷകന് തിരിച്ചു നൽകണമെന്ന് വ്യക്തമാക്കി 2018 നവംബർ 9 ഉത്തരവിറക്കി. എന്നാൽ പണം മടക്കി നൽകാൻ കഴിയില്ല എന്ന നിലപാടാണ് ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്നതെന്ന് ഖാജ ഹുസൈൻ പറയുന്നു. കമ്മീഷന്റെ ഓഫീസിൽ അടച്ചിട്ടുള്ള റീഫണ്ട് ചെയ്തുതരാൻ ഞങ്ങൾക്ക് യാതൊരു നിയമവുമില്ല, എന്റെ കയ്യിൽ നിന്ന് എടുത്തുതരാൻ കഴിയില്ല എന്നുള്ള ഒരു ധാർഷ്ട്യപരമായിട്ടുള്ള ഒരു മറുപടിയാണ് അവർ പറഞ്ഞത്. മുഖ്യമന്ത്രി പ്രിൻസിപ്പൽ സെക്രട്ടറി കമ്മീഷനെ ഒരു നടപ്പിലാക്കണം എന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്യാൻ വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത്. 18 സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ നിന്നുമായി 90,000 രൂപ വാങ്ങിയെന്നാണ് ഖാജ ഹുസൈന്റെ ആരോപണം. കമ്മീഷൻ ഉത്തരവ് നടപ്പാക്കാത്തതിനെതിരെ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ഇദ്ദേഹം. ന്യൂസ് 18 പാലക്കാട്.